ആയുർവേദ മരുന്ന് നിർമ്മാണത്തിൽ മായം ചേർക്കൽ തടയുന്നതിന് മുൻകൂർ വിപണി ഉറപ്പാക്കിയുള്ള ഔഷധ സസ്യകൃഷിക്ക് സാധിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഔഷധ സസ്യ ബോർഡിന്റെ നേതൃത്വത്തിൽ ഔഷധ സസ്യ സെമിനാറും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മുൻകൂട്ടി വിപണി ഉറപ്പിക്കുന്നതിനു വേണ്ടി കർഷക സംഘങ്ങളും ആയുർവേദ ഔഷധ നിർമ്മാണ കമ്പനികളുമായുള്ള ധാരണാപത്രം കൈമാറുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പലതിലും മായം ചേർക്കുന്ന ഒരു കാലമാണ്. അത് പല ഘടകങ്ങളിലുണ്ട്. പച്ചക്കറിയിൽ മാത്രമല്ല, ഇപ്പോൾ അവസാനം ശബരിമലയിലെ നെയ്യിൽ വരെ മായം ചേർക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ ഔഷധങ്ങളിൽ മായം ചേർത്താൽ വരുന്ന ദോഷം എന്ന് പറയുന്നത് അത് നമ്മുടെ ചികിത്സയിൽ വിപരീതമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. ഇപ്പം ഒട്ടും മൂല്യമില്ലാത്ത ഔഷധങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് രോഗം മാറാനല്ല, ചിലപ്പോൾ രോഗം വർദ്ധിക്കാനിടയാക്കും. ആ കാരണം കൊണ്ട് തന്നെയാണ് ഔഷധ സസ്യ നിർമ്മാണത്തിന് ആയുഷ് വകുപ്പും ഗവൺമെൻറ്റും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. നമുക്ക് ഈ കാര്യത്തിൽ ഇനിയും മുന്നേറണം. തൃശൂരിൽ ഔഷധ സസ്യ കൃഷിക്ക് നേതൃത്വം നൽകുന്ന മറ്റത്തൂർ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും പ്രമുഖ ആയുർവേദ ഔഷധ നിർമ്മാതാക്കളായ മെഡിമിക്സ്, സീതാറാം ആയുർവേദ ഫാർമസി, SNA ഔഷധശാല എന്നിവർ തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. MLA രാജൻ ജയപല്ലൻ അധ്യക്ഷത വഹിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. കോർപ്പറേഷൻ കൗൺസിലർ പൂർണിമ സുരേഷ്, ഔഷധി മാനേജിംഗ് ഡയറക്ടർ ലതാകുമാരി PM, സീതാറാം ആയുർവേദിക് ഫാർമസി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ D രാമനാഥൻ, AVA ചോലിയിൽ ഹെൽത്ത് കെയർ മെഡിമിക്സ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ AV അനൂപ്, SNA ഔഷധശാല മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ PTN വാസുദേവൻ മോസ്, മറ്റത്തൂർ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ TA എന്നിവർ ആശംസകൾ നേർന്നു. സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ മുഹസീന H സ്വാഗതവും സീനിയർ സയന്റിഫിക് ഓഫീസർ ഡോക്ടർ OL പൈസ് നന്ദിയും പറഞ്ഞു. വിശ്വാസത്തിന് സ്വർണത്തിന്റെ പൊൻതിളക്കം, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, ഏറ്റവും മികച്ച ഡിസൈനുകൾ, ഹോൾസെയിൽ വില, ജ്വല്ലറി മാനുഫാക്ചറിംഗ്, പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മികച്ച വില, എക്സ്ചേഞ്ച് സൗകര്യം, കസ്റ്റമൈസ്ഡ് ജ്വല്ലറി വർക്ക്സ്, MR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ റോഡ്, തൃപ്രയാർ.